പവിത്രത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രൊമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വേദിയുടെ ഓട്ടയിൽ കുറേ പെയിൻ്റൊക്കെ ആയിട്ട് വരികയാണ്. വരുമ്പം ശ്രീജയാണെങ്കിൽ അവിടെ പുറത്തു നിന്ന് തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീജയും വിശ്വനും വന്ന് ആ ഓട്ടയിൽ നിന്ന് ബാക്കി പെയിൻ്റൊക്കെ എടുത്ത് അവർ കൊണ്ടുവരികയാണ്. ഇത് കണ്ടുകൊണ്ട് നന്ദിനി അങ്ങോട്ട് വരികയാണ്. നന്ദിനി വന്നിട്ട് ചോദിക്കുകയാണ്, ഈ കെട്ടിടം വൃത്തിയാക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനകത്ത് തൊടൽ, അച്ഛൻ്റെ അനുവാദമില്ല, അതിനകത്ത് ആരും ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. വേദ നന്ദിനിക്ക് വേണ്ടുന്ന മറുപടി കൊടുക്കുന്നുണ്ട്. ഇതോടനെ മാഷിൻ്റെ ചെവിയിലെത്തിക്കണമല്ലോ. അങ്ങനെ നന്ദിനി ഓടിപ്പോയി മാഷിൻ്റെ അടുത്ത് പറയുകയാണ്, ആ കെട്ടിടം വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ മാഷ് ചോദിക്കുകയാണ്, ആരാ? വേദ. അവളല്ല പിന്നെ ആരാ ഇത് ചെയ്യാൻ പോകുന്നത്? പറഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്ത് ആരും ഒന്നും ചെയ്യില്ലെന്ന് പറയുകയാണല്ലോ. അച്ഛൻ്റെ വാക്ക് ആര് കേൾക്കാനാ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇളക്കി വിടുകയാണ്. വിനായകേട്ടൻ കഴിഞ്ഞ ആഴ്ചയും കൂടി ചോദിച്ചുള്ളൂ, അച്ഛൻ സമ്മതിച്ചോ ആ റൂം വൃത്തിയാക്കാനെന്ന് ചോദിച്ചോ എന്ന് നന്ദിനി പറയുകയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ വിനായകേട്ടൻ അതങ്ങ് വൃത്തിയാക്കാനെന്നും പറഞ്ഞ് നന്ദിനി കുറേ കള്ളത്തരം കൂടെ അടിച്ചു വിടുന്നുണ്ട്. നന്ദിനി അങ്ങോട്ടത്തേക്ക് മാഷിനെയും കമലമ്മയും വിളിച്ച് വേദയും വിശ്വവും ശ്രീജയും കൂടെ വൃത്തിയാക്കുന്നിടത്തേക്ക് കൊണ്ടുവരികയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ.